നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ഇന്നൊരു കുഞ്ഞൊരു ട്രാവൽ വ്ളോഗാണ്. ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനുണ്ട്, ഡ്രസ്സൊക്കെ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഒരു ഈവനിങ് വ്ളോഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് തുണിക്കടയിലേക്കാണ് കേട്ടോ. നമ്മൾ വിഷുവിന് എടുത്തതിൻ്റെ ഞാൻ ശകുന്തള ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ പാൻറ്റ് വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രേ കളറാണ്. അപ്പോൾ എനിക്ക് ടോപ്പിൻ്റെ ഒപ്പം ഇടുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടിരിക്കണം തോന്നി. അപ്പോൾ ഞാൻ ആ പാൻറ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അങ്ങനെ ഒരു പാൻറ്റ് എടുക്കാം, കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ, മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രോഹിത എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കുറച്ച് നേരം ടൈം എടുത്ത് കൊടുക്കാനെങ്കിലും വേഗം എടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കാറുണ്ട്. അപ്പോഴേക്കും അവിടെ കടയിലുള്ളൊരു അങ്കിള് അവന് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങാൻ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് ഡ്രസ് വേൾഡ്. അവിടെയാണ് സഞ്ജിത്തിൻ്റെ പാൻറ്റ് ഒന്ന് മാറ്റണം. അത് കുട്ടിക്ക് എടുത്തപ്പോൾ അത് കുറച്ച് ലൂസാണ്. സെയിം സൈസ് തന്നെയാണ്, പക്ഷേ ലൂസാണ്, അരവണ്ണം അത്രയ്ക്ക് ടൈറ്റല്ല. അപ്പം നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവർ ഏട്ടനും സഞ്ജിത്തും കൂടി പോയിരിക്കുകയാണ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വിഷുവിനെ അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സൈഡിൽ കൂടെ ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ നേരെ വന്ന് ഇറങ്ങുമല്ലോ, അപ്പോൾ നേരിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് രോഹിത്തിനെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ നിൽക്കില്ല, എന്നാലും എടുത്തു. പിന്നെ എനിക്ക് ക്ലിപ്പൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു. കുറേ ദിവസമായി ഞാൻ മാറ്റണം, കഴിഞ്ഞ തവണ ഇറങ്ങിയപ്പോഴും മാറ്റാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തൊട്ടടുത്തന്നെ ഷോപ്പുണ്ടല്ലോ, അപ്പോൾ വേഗം തന്നെ മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഡിഫറെൻറ്റ് കുറേ ക്ലിപ്പുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ക്ലിപ്പിനൊക്കെയാണ് നല്ല റേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാനാണ് കേട്ടോ നോക്കുന്നത്. ഈ ഒരു ഫാനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഷോപ്പൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ ഇത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു നമ്മൾ. അപ്പോൾ അത് ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. നന്നായിട്ടുണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ട്. പുതിയ വീട്ടിലേക്ക് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ നല്ലൊരു തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലിപ്പുകൾ ഇതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന്. ഞാൻ ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇപ്പോഴും ഒരേ മോഡൽ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ പ്രാവശ്യം എടുത്തു കേട്ടോ. ചെറിയൊരു ക്ലിപ്പിന് ഇതിനൊരു 35 രൂപയാണ് കേട്ടോ ചെറിയ ക്ലിപ്പിന്. പിന്നെ നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡും അതിന് വരുന്ന വഴിക്ക് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം മേടിച്ചിട്ടായിരുന്നു കേട്ടോ. റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം ആയിരുന്നു, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് കേക്കിനേക്കാളും റെഡ് വെൽവെറ്റ് കേക്കിനേക്കാളും നല്ലത് ഇതാണ് കേട്ടോ തോന്നി കേട്ടോ. പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹൗസ് വാമിങ്ങിൻ്റെ ഫംഗ്ഷന് വേണ്ടി പോകുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 2:10 ആയിരുന്നു ഇൻട്രസിറ്റി. അപ്പോൾ അതിന് വരണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയിട്ടോ. അപ്പോൾ ഇതായിരുന്നു വീട്. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്തു. നല്ല ഒതുങ്ങിയൊരു ടൈപ്പ്, നമുക്ക് സിമ്പിളായിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഗണപതി ഹോമവും ഒക്കെ കഴിഞ്ഞതിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പം രാവിലെ തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവരെയൊക്കെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്തു. അവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. 2:10 കഴിഞ്ഞു വണ്ടി വന്നപ്പോൾ ഇൻട്രസിറ്റിക്ക്. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഏട്ടൻ കയറ്റി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രോഹിത് സൈഡിൽ തന്നെ ഇരിക്കണം പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല ചൂടാണ് കേട്ടോ, പറയാൻ പറ്റില്ല. ട്രെയിനിൻ്റെ ചൂട്, വെയിലിൻ്റെ ചൂട്, നമ്മൾ ജനലിൻ്റെ വഴി നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു വടക്കാഞ്ചേരിയൊക്കെ ആയപ്പോഴേക്കും അത് വടക്കാഞ്ചേരി കഴിഞ്ഞപ്പോഴേക്കും ആ വെയിലിൻ്റെ ചൂട് ശരിക്കും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുമായിരുന്നു പാലക്കാടിലെ ചൂട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത്യാവശ്യം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ സഞ്ജിത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ട്രെയിൻ സ്ലോ ആയ സമയത്ത് ഞാൻ എന്താ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടെ എത്തിയപ്പോൾ സ്ലോ ആയി ട്രെയിന്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തിങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു. ഗ്ലാസ് ഇട്ടിരിക്കുകയുണ്ടോ, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് ശരിക്കും വെയിൽ അടിക്കുന്നത് കേട്ടോ. രോഹിത്തിൻ്റെ അടുത്തേക്കാണ് ശരിക്കും അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും എൻ്റെ മേലെ ചാരി കിടന്ന് ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ ലേറ്റായി ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട്. ഏകദേശം സഞ്ജിത്തിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസത്തിലേറെ ആയിട്ടോ. കഴിഞ്ഞ മാർച്ചിൽ 16-ാം തീയതിയാണ് അവൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. ഭാരതപ്പുഴ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, നടുവിൽ മാത്രമേ വെള്ളമുള്ളൂ കേട്ടോ. പിന്നെ മൊത്തം ഇതായിട്ട് കിടക്കുകയായിരുന്നു. ഈ വീഡിയോ ഒക്കെ സഞ്ജിത്ത് ഇടയിൽ കൂടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നുണ്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ആലുവ എത്തിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് പോവാം എന്നുള്ള പ്ലാനാണ് കേട്ടോ. കാരണം അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. വെയിലും നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും സാരമില്ല, അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് നേരെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇറങ്ങുന്ന ടൈം നമ്മൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ഒറ്റയ്ക്കല്ലേ, രണ്ടുപേരുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇറക്കാനായിട്ട്. പിന്നെ ആലുവ എത്താനായപ്പോൾ ഉള്ള സന്തോഷം ഉണ്ടായി കാണുന്നത്. രണ്ടുപേരും കൂടി രോഹിത്ത് ഇങ്ങനെ ഊതാണ് കേട്ടോ. ഊതുന്ന സമയത്ത് തുപ്പലം തെളിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജിത്ത് ചീത്ത പറയണം, തുപ്പലം തെളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വായൊക്കെ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. പിന്നെ നേരെ നമ്മൾ ആലുവ എത്താനായിട്ടോ. ആലുവ പുഴ എത്തിക്കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പുഴയുടെ ആ ഭാഗത്തെത്തിയപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോഴാണ് തിരക്കധികം തോന്നുക കേട്ടോ. എന്നാലും ഇവരെ ഒതുക്കി നിർത്തിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇറങ്ങിയിട്ട് പിന്നെ രോഹിത്തിനെ ഇറക്കിയതിന് ശേഷം സഞ്ജിത്തിനെ ഇറക്കാം കേട്ടോ സ്റ്റേഷനിലേക്ക്. ട്രെയിൻ നേരെ താഴത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം നമ്മൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി സുഖമായിട്ട് തിരിച്ച് വരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആലുവ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. കടയിലൊന്നും കയറിയില്ല, നേരെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.